സോ ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. നമുക്ക് അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഡോണ്ട് മിസ്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്കായാലും നമ്മുടേതായിട്ടുള്ള കുറച്ച് കുഞ്ഞു ആവശ്യങ്ങളുണ്ടാവും. അതിനൊന്നും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാം മതി. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതായത് കുറച്ച് പേർക്കെങ്കിലും എന്തായാലും ഹെൽപ്ഫുൾ ആയി കാണും. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കുറേ ദിവസമായി ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കണം കേട്ടോ. അതായത് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഉപകാരമാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മൾ വീട്ടമ്മമാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി ഒരു ടീച്ചറാണ്. എന്നാലും നമ്മളിപ്പോൾ മെറ്റേണിറ്റി ലീവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ ചുമ്മാ അടഞ്ഞു കൂടി ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കായാലും ശരി, ഇനി അല്ലാത്ത വീട്ടമ്മമാർക്കായാലും ശരി, നിങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വേറെ ഒന്നും തന്നെയല്ല, നമ്മുടെ ഡ്രസ്സൊക്കെ റീസെൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അതായത് നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ അങ്ങനെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറേ പ്രോഡക്ട്സ് അതിനകത്ത് ഇടും. ഡ്രസ്സ് മോഡസ്റ്റ് വെയർ ആയാലും ശരി, അബായാസ് ആയാലും ശരി, അങ്ങനെ കുറേ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് ഡ്രസ്സ് തന്നെ പല ടൈപ്പ് ഓഫ് ഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പ്രോഡക്റ്റൊക്കെ നിങ്ങൾ നിങ്ങളുടെ കുറച്ച് ഫാമിലി ഗ്രൂപ്പ് മെമ്പേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലൊക്കെ ആയിട്ട് നിങ്ങളൊരു ഗ്രൂപ്പ്, ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഗ്രൂപ്പിനകത്ത് ഞാനിടുന്ന കംപ്ലീറ്റ് ഡ്രസ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ, അതായത് അതിനൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും. ഏത് ഡ്രസ്സാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനും കൂടെ നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യുക. ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇട്ട പ്രൈസിനെക്കാളും നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ് എടുത്തിട്ട്, എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റ് എടുക്കാം. സോ നിങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റ് കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ആ ഗ്രൂപ്പിനകത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഓർഡർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അന്നേരം നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുള്ള ആ ഒരു പ്രൈസ് ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ തരേണ്ടത് കേട്ടോ. ബാക്കി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രൈസ് നിങ്ങൾ ആഡ് ചെയ്യണം എന്നുള്ള കാര്യം. സോ ആ പ്രോഫിറ്റ് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ നമുക്ക് ഈദ് പ്രമാണിച്ച്, പെരുന്നാളൊക്കെ പ്രമാണിച്ച് നമുക്ക് അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ്. സോ ഡോണ്ട് മിസ്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുക. അതായത് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ആയാലും ശരി, ഇനി നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ആയാലും ശരി, അതൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിടാം കേട്ടോ. ഇനി പ്രോഡക്റ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അബായാസ് ആണെങ്കിലും ശരി, നമ്മുടെ മാക്സിമം ഡിസ്പാച്ചിങ് ടൈം എന്ന് പറയുന്നത്, നോർമൽ ഡിസ്പാച്ചിങ് ടൈം 10 days ആണ് വരുന്നത്. ഇനി അതല്ല പെട്ടെന്ന് തന്നെ കസ്റ്റമറിന് അർജൻറ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്ത് കൊടുക്കും. അപ്പോൾ എക്സ്ട്രാ എമൗണ്ട് വരും, കാരണം നമ്മൾ പെട്ടെന്ന് ഭായിമാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. സോ അതിൻ്റേതായിട്ടുള്ള ഒരു എമൗണ്ട് എന്തായാലും അതിൽ വരും. ഒരു 100 രൂപ എങ്ങാണ്ടേ വരുള്ളൂ കേട്ടോ, അതിലേറെ ഒന്നും വരില്ല. എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, അബായ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു തരുന്നതായിരിക്കും. അതിനി നമ്മുടെ ഇന്ത്യയിൽ എവിടെയായാലും ശരി, ഇനി പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും സെറ്റ് ചെയ്ത് കൊടുക്കും. ഏതായാലും ഓൾമോസ്റ്റ് നമ്മൾ ഇന്ത്യക്കകത്ത് തന്നെയാണ് മിക്കവാറും സെയിൽ ചെയ്യുന്നത്. ഔട്ട് ഓഫ് കേരള ആണെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് 80 രൂപ വരുന്നതായിരിക്കും കേട്ടോ. അബായാസ് ഒക്കെ അധികവും ഓൾ കേരള ഫ്രീ ഷിപ്പായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പോസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോം ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. അല്ലാത്തതൊക്കെ നമ്മൾ DTDC കൊറിയർ സർവീസ് വഴിയാണ് സെൻഡ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡിസ്പാച്ചിങ് ടൈം വന്നിട്ട് നോർമൽ ഡിസ്പാച്ചിങ് ടൈം 10 days ആണ് വരുന്നത്. ഇനി അതല്ല പെട്ടെന്ന് ഡിസ്പാച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളും കൂടെ നമുക്ക് സംസാരിക്കാം. അതായത് ഇതിൻ്റെ റിട്ടേൺ, റീഫണ്ട്, ആ ഒരു കാര്യം. പ്രോപ്പറായിട്ടുള്ള ഒരു ഓപ്പൺ വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതായത് എന്താണ് ആ ഡ്രസ്സിന് പ്രോബ്ലം എന്ന് കാണിക്കുന്ന പ്രോപ്പറായിട്ടുള്ള ഒരു ഓപ്പണിംഗ് വീഡിയോ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിട്ടേണും റിപ്പയറും റീഫണ്ടും അവൈലബിൾ ആണ് കേട്ടോ. സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പേടി വേണ്ട. അപ്പോൾ നിങ്ങൾ റീസെല്ലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒട്ടും മിസ് ചെയ്യേണ്ട. പെട്ടെന്ന് തന്നെ വന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡെയിലി ഒരു നിങ്ങളുടെ സാമർത്ഥ്യം പോലെ ഇരിക്കും. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ പിടിക്കാനും ഓർഡർ കിട്ടാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് തുടങ്ങാം. നമുക്ക് ആരുടെയും സഹായമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ സ്വന്തമായിട്ട് പൈസയ്ക്ക് ഏൺ ചെയ്യാം. നമ്മുടെ കുഞ്ഞു ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ? ഫോർ എക്സാമ്പിൾ നമ്മുടെ മക്കൾക്കായാലും ഇനി നമുക്കായാലും നമ്മുടേതായിട്ടുള്ള കുറച്ച് കുഞ്ഞു ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനൊന്നും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്തു പോകും. അതിനുള്ള ആ ഒരു വരുമാനമൊക്കെ നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്ന് കിട്ടും, ഷുവറാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കൂടുതൽ കോൺടാക്റ്റ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം എളുപ്പമായിടോ, സംഭവം സുഖമാണ്. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പേയ്മെൻ്റ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റണതായിരിക്കും കേട്ടോ. ഇനി പുറത്തുള്ള ആൾക്കാരായിട്ടും മറ്റും അങ്ങനെ കൂടുതൽ ആൾക്കാരായിട്ടൊന്നും നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല.
ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വാട്സാപ്പ് നമ്മുടെ ഗ്രൂപ്പിലിടുന്ന കുറച്ച് പ്രോഡക്റ്റ് അതിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെയിൽ ചെയ്യാം. ഇൻസ്റ്റ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബോട്ടിക് നെയിം കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു ഇൻസ്റ്റ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലൂടെ പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കസ്റ്റമറിനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പിടിക്കാം. ഇനി അതല്ല, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് അതിൽ വേണമെങ്കിൽ അങ്ങനെയും അതിൽ കൂടെ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് കസ്റ്റമറിനെ പിടിക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സാമർത്ഥ്യം പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവം തന്നെയാണിത്. പ്രത്യേകിച്ച് ഇതിപ്പോൾ നമ്മൾ ഏതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫസ്റ്റ് പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലേ. ഇത് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ബിസിനസ് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ആ ഡ്രസ്സിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിക്കും. അപ്പോൾ ആ ഒരു ഡൗട്ട്സൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മതി. നിങ്ങളുടെ ഡൗട്ട്സൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണതായിരിക്കും. സോ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കസ്റ്റമറിനും കൂടെ പാസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് കുറച്ച് പേർക്കെങ്കിലും എന്തായാലും ഹെൽപ്ഫുൾ ആയി കാണും. എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ നമ്പർ കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കുന്നതായി. ഇനി അതല്ല, റീസെല്ലിംഗ് അല്ലാണ്ട് സാധനങ്ങൾ മേടിക്കാനാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ അബായാസ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അബായാസും ഡ്രസ്സും വേണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി. കസ്റ്റമൈസേഷന് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് സൈസിലാണോ, നിങ്ങൾക്ക് ഏത് മോഡലിലാണോ, എങ്ങനെയാണോ വേണ്ടത് പറഞ്ഞു തന്നാൽ നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ പോയിട്ട് ഒന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുകയും കൂടെ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റീസെല്ലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ വേണമെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചോളൂ. ഇനി അതല്ല, നേരിട്ട് വാട്സാപ്പ് വഴി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചോളൂ. ഞാൻ ആ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.